ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നിലവിൽ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്ന രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഏത് ക്യാരേജിൻ്റെ റിട്ടേണിംഗ് ലിവറും അതുപോലെ തന്നെ റിലീസിങ് ലിവറും. ഓക്കെ, രണ്ട് സംവിധാനങ്ങളും നമുക്ക് എപ്പോഴും ആ പേര് ക്യാരേജ് എന്ന് പറഞ്ഞ് തുടങ്ങി ലിവറിൽ അവസാനിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങ് തിരിഞ്ഞു പോകാറുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ പ്രത്യേകതകൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ഞാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ക്യാരേജ് റിട്ടേൺ ലിവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത്. അപ്പോൾ ക്യാരേജ് റിട്ടേൺ ലിവറിൻ്റെ മറ്റൊരു പേര് കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലൈൻ സ്പേസ് ലിവർ എന്ന് കൂടി അതിനെ വിളിക്കാറുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ക്യാരേജ് റിട്ടേൺ ലിവർ നോക്കിക്കോണേ, ദ ക്യാരേജ് റിട്ടേൺ ലിവർ ഈസ് യൂസ്ഡ് ടു മൂവ് ദ ക്യാരേജ് ടു ദ ലെഫ്റ്റ് മാർജിൻ ആൻഡ് ഫീഡ് ദ പേപ്പർ ടു ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ലൈൻ സ്പേസ് ലിവർ അല്ലെങ്കിൽ ക്യാരേജ് റിട്ടേൺ ലിവർ എന്നുള്ള പേരിനോടൊപ്പം ലൈൻ സ്പേസ് ലിവർ എന്ന പേര് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനാണ് നമ്മളെ ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്ന സാധനം. ഈ ഒരു ലിവറിന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനെ കൊണ്ട് ഒരേ സമയത്ത് രണ്ട് ഉപയോഗങ്ങളാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇവനെ കൊണ്ട് എന്തുണ്ട്, രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ക്യാരേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് പൂർണ്ണമായും ഇടത്തേക്ക് കൊണ്ടുപോകാറില്ലേ. അപ്പോൾ പൂർണ്ണമായും ഇടത്തേക്ക് പോയ ക്യാരേജിനെ വലത്തേക്ക് തിരികെ വിളിച്ചുകൊണ്ട് വരുന്നു. അതുകൊണ്ടാണ് ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് വിളിച്ചത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലിവറിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് ലൈൻ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വരിയിൽ നിന്നും അടുത്ത വരിയിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ ടൈപ്പ് ചെയ്യാനായി അടുത്ത വരിയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇവൻ. അതുകൊണ്ടാണ് അവൻ്റെ മറ്റൊരു പേരായിട്ട് നമ്മൾ ഏത് കൂടി പറയുന്നത്, ലൈൻ സ്പേസ് ലിവർ എന്ന് കൂടി അവനെ പറയുന്നത്. എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചിരിക്കുക, ഒരെണ്ണം മാത്രമേ ഉള്ളൂ ക്യാരേജ് റിട്ടേൺ ലിവർ അല്ലെങ്കിൽ ലൈൻ സ്പേസിങ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഉപയോഗം ഏതൊക്കെയാണ്, രണ്ട് ഉപയോഗങ്ങളുണ്ട്. ക്യാരേജിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പൂർണ്ണമായും ഇടത്തേക്ക് അടിച്ചു വിട്ട ക്യാരേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വലത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വരികൾക്കിടയിലുള്ള അകലം അല്ലെങ്കിൽ വരികൾക്കിടയിൽ നമുക്ക് ഒരു വരിയിൽ നിന്നും അടുത്ത വരിയിലേക്ക് നമുക്ക് പോകണം. അതിനുവേണ്ടി സഹായിക്കുന്നതും ക്യാരേജ് റിട്ടേൺ ലിവർ തന്നെയാണ്. അപ്പോൾ ക്യാരേജ് റിട്ടേൺ ലിവറിൻ്റെ രണ്ട് പേരുകളും രണ്ട് ഉപയോഗങ്ങളും ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥാനം അറിയാം. എണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കോണേ, ലൈൻ സ്പേസ് ലിവർ ഈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ക്യാരേജ്. സംശയമൊന്നുമില്ലല്ലോ, നമ്മൾ അടിച്ചിരുന്ന എല്ലാ ടൈപ്പ് റൈറ്ററിലും ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ക്യാരേജ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്ന സംവിധാനം വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാരേജ് റിട്ടേൺ ലിവറുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടേ, റാച്ചറ്റ് വീൽ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈൻ സ്പേസ് അഡ്ജസ്റ്റർ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ ഇടതുവശത്തായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവരുടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ക്യാരേജ് ഇടത്തേക്ക് മൂവ് ചെയ്യുന്നതും നമ്മൾ ക്യാരേജിനെ വലത്തേക്ക് കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ലൈൻ സ്പേസിങ് സാധ്യമാകുന്നതും. ഈ ഒരു റാച്ചറ്റ് വീലും അതുപോലെ തന്നെ ഈ ക്യാരേജ് റിട്ടേൺ ലിവറിൻ്റെയൊക്കെ കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ അതൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സ്ഥാനം ഇടതുവശമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. മറ്റൊരു പോയിന്റ് നോക്കാം നമുക്ക്. The carriage return lever is a key component of manual typewriter serving dual purpose with a single motion. നമ്മൾ പറഞ്ഞു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഉപയോഗങ്ങൾ ഏതൊക്കെയാണ്, ക്യാരേജ് റിട്ടേൺ, ക്യാരേജിന് എന്ത് ചെയ്യുന്നുണ്ട്, പോയ ക്യാരേജിനെ തിരികെ വിളിച്ചുകൊണ്ട് വരുന്നു. അതുപോലെ തന്നെ ലൈൻ ഫീഡ് എന്ന് പറയുന്ന ഒരു വരി കഴിഞ്ഞ് അടുത്ത വരിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പേപ്പറിനെ അല്ലെങ്കിൽ അടുത്ത വരിയിലേക്ക് നീക്കുന്നതും ഏത് തന്നെയാണ്, ക്യാരേജ് റിട്ടേൺ ലിവർ തന്നെയാണ്. അപ്പോൾ മറന്നു പോകരുത്, ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ക്യാരേജ് റിട്ടേൺ ലിവർ. ഒരു കാരണവശാലും മറന്നു പോകരുത്, നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് പറഞ്ഞപ്പോഴും ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോഴും നമുക്ക് മറന്നു പോകാത്ത രൂപത്തിൽ ഓർത്തിരിക്കാൻ കഴിയുന്നത് ആ ഒരു സംവിധാനമായിട്ട് ഈ ക്യാരേജ് റിട്ടേൺ ലിവർ മാറുന്നുണ്ട്. അപ്പോൾ ക്യാരേജിനെ റിട്ടേൺ ചെയ്യിക്കുന്നു, അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ലൈൻ ഫീഡ് അതും അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാരേജ് റിട്ടേൺ ലിവർ എന്നും അതല്ലെങ്കിൽ ലൈൻ സ്പേസ് ലിവർ എന്നൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവനെ വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതുമായിട്ട് നമുക്കത് മാറിപ്പോകുമെന്ന് പറഞ്ഞ് നമ്മളെ മറ്റൊരു പേരായിരുന്നു ഏത്, ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്ന ഭാഗം. എന്താണ് ക്യാരേജ് റിലീസ് ലിവർ? നേരത്തെയും ക്യാരേജ് ഉണ്ടായിരുന്നു, ലിവർ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴും ക്യാരേജും ഉണ്ട്, ലിവറും ഉണ്ട്. ഈ മധ്യഭാഗത്തുള്ള വാക്കുകളാണ് മാറി വരുന്നത്.
ഇവിടെ റിലീസ് ആണെങ്കിൽ അവിടെ റിട്ടേൺ ആയിരുന്നു. എന്താണ് ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ജയിലിലടച്ച പ്രതിയെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ എന്ത് ചെയ്യുന്നുണ്ട്? മോചിപ്പിക്കുക എന്നല്ലേ അർത്ഥം. അതേപോലെ തന്നെ ക്യാരേജ് എന്ന് പറയുന്ന ഒരു ഭാഗം ഒരുത്തൻ്റെ പിടിയിലാണ്. അതിൻ്റെ മെക്കാനിസം ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ ക്യാരേജ് എന്ന് പറയുന്ന ഭാഗം മറ്റൊരുത്തൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന് ഇഷ്ടാനുസരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ തോന്നുമ്പോൾ എല്ലാം സ്വന്തമായി നീങ്ങാൻ കഴിയാത്തതിനുള്ള കാരണം അതാണ്. അപ്പോൾ ഈ ഒരു ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്ന ഈ ക്യാരേജിൻ്റെ ഇടതുമുണ്ട് വലതുമുണ്ട്, അങ്ങനെ രണ്ടെണ്ണമാണ് ക്യാരേജ് എന്ത് ചെയ്യുന്നത്? റിലീസ് ലിവർ എന്ന് പറയുന്ന ഭാഗം ഉള്ളത്. ഓക്കെ, രണ്ടെണ്ണമാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ക്യാരേജ് റിലീസ് ലിവറിൽ ഏതെങ്കിലും ഒന്ന് അമർത്തിയാൽ ആ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും നമ്മൾ കൊടുക്കുന്ന പ്രഷർ എങ്ങോട്ടാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരേജിനെ മൂവ് ചെയ്യിപ്പിക്കാനും സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത് ക്യാരേജിൻ്റെ രണ്ട് അഗ്രങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ്. ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാരേജിനെ ഇടത്തേക്കും വലത്തേക്കും മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്യാരേജിന് ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാര്, വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരാര്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്യാരേജ് റിലീസ് ലിവറിൻ്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചിരിക്കുക, രണ്ടെണ്ണമാണ്. നേരത്തെ പറഞ്ഞ ക്യാരേജ് റിട്ടേൺ ലിവറോടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഓർത്ത് വെച്ചിരിക്കുക, അതിൻ്റെ സ്ഥാനത്തിൻ്റെ കാര്യത്തിലും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത് ക്യാരേജിനെ അവനെ എന്ത് ചെയ്യുന്നുണ്ട്? പിടുത്തത്തിൽ നിന്നും റിലീസ് ചെയ്തുകൊണ്ട് ഇടത്തേക്കും വലത്തേക്കും മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ക്യാരേജ് റിലീസ് ലിവർ ഇൻ ദ ടൈപ്പ് റൈറ്റർ എത്രണ്ണമാണ്? രണ്ടെണ്ണമാണുള്ളത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്മോൾ ലിവർ ഓർ ബട്ടൺ ലൊക്കേറ്റഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ക്യാരേജ് അല്ലെങ്കിൽ ബോത്ത് സൈഡ് ഓഫ് ദ അല്ലെങ്കിൽ നിയർ ദ പ്ലേറ്റൺ നോബ് എന്ന് കൂടി ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. രണ്ട് ക്യാരേജിൻ്റെ ഇരു വശങ്ങളിലായി കാണപ്പെടുന്നു. പ്ലേറ്റൺ നോബ് എന്ന് പറയുന്നതായി എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് ഭാഗങ്ങൾ ക്യാരേജിൻ്റെ രണ്ട് വശങ്ങളിലുള്ള പ്ലേറ്റൺ നോബ്സിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തായി കാണപ്പെടുന്നു എന്നുകൂടി എന്ത് ചെയ്യുക? അതിൻ്റെ സ്ഥാനം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്യാരേജ് റിലീസ് ലിവറിൻ്റെ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് പൂശുന്നത് സ്വാഭാവികമായും കൂടുതൽ ടൈപ്പ് റൈറ്ററുകളിലും ഏതാണ്? നിക്കൽ എന്ന് പറയുന്ന ലോഹം കൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? പ്ലേറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ക്യാരേജ് റിലീസ് ലിവറും ക്യാരേജ് റിട്ടേൺ ലിവറും വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേരിൽ ഏകദേശം സാമ്യമുണ്ടെന്ന് കരുതി രണ്ടുപേരും എന്ത് ചെയ്യുന്നില്ല? സെയിം ആളല്ല. രണ്ടും വ്യത്യസ്ത ജോലി ചെയ്യുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ക്യാരേജ് റിട്ടേൺ ലിവർ ആണെങ്കിൽ മറ്റൊന്ന് ക്യാരേജ് റിലീസ് ലിവർ ആണ്. ക്യാരേജ് റിലീസ് ലിവറിൻ്റെ എണ്ണം രണ്ടാണ്. ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ക്യാരേജ് റിട്ടേൺ ലിവർ എന്ന് പറയുന്നത് ക്യാരേജിനെ വലതുവശത്തേക്ക് നീക്കുന്നു. ഇടതുവശത്തേക്ക് പൂർണ്ണമായും പോയ ക്യാരേജിനെ തിരിച്ച് വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം ലൈൻ ഫീഡിങ് പ്രോപ്പറായിട്ട് നടത്തുന്നു. മറ്റൊരു ഭാഗമായിട്ടുള്ള ക്യാരേജ് റിലീസ് ലിവറിലേക്ക് വരുമ്പോൾ ക്യാരേജ് റിലീസ് ലിവർ എന്ന് പറയുന്നത് എണ്ണം ചോദിക്കുകയാണെങ്കിൽ രണ്ടെണ്ണമുണ്ട്. ക്യാരേജിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യാരേജിനെ ഇടത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്, വലത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായും ഓർത്തു വെച്ചിരിക്കുക. ഇനി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്, ഇനി തിരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഈ മാർക്ക് നമുക്കുള്ളതാണ്, അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും നന്ദി, നമസ്കാരം.